കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 2 ഞായറാഴ്ച. 4PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ 4 വർഷത്തെ വിപണി അവലോകനം വേണമെന്ന നിർദ്ദേശവുമായി ബഹ്റിൻ പാർലമെന്റ് അംഗങ്ങൾ. ജീവനക്കാരുടെ കുറവുകൾ കണ്ടെത്താനും ആവശ്യമുള്ള മേഖലകളിലേക്ക് യോഗ്യരായവരെ പരിഗണിക്കാനും ഇത്തരം അവലോകനങ്ങൾ അത്യാവശ്യമാണെന്ന് MP-മാർ നിർദ്ദേശിച്ചു. തൊഴിലിന് അനുയോജ്യമായ കോഴ്സുകളെ യൂണിവേഴ്സിറ്റികളിൽ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ലുൽവ അൽ റുഹൈമിയുടെ നേതൃത്വത്തിലുള്ള MP-മാർ നൽകിയ നിർദ്ദേശം ഇതിനകം ലെജിസ്ലേറ്റീവ് ആൻഡ് ലീഗൽ അഫയേഴ്സ് കമ്മിറ്റിയുടെയും സേവന സമിതിയുടെയും പിന്തുണ നേടിയിട്ടുണ്ട്. നിർദ്ദേശം ചൊവ്വാഴ്ച പാർലമെന്റ് ചർച്ചയ്ക്കിടും. തൊഴിൽ വിപണി ആവശ്യങ്ങൾക്കായി വിദ്യാഭ്യാസത്തെ യോജിപ്പിക്കുന്നതിൽ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ കൂടിയാലോചനയ്ക്കിടെ സിവിൽ സർവീസ് ബ്യൂറോ പിന്തുണ അറിയിച്ചിട്ടുണ്ട്. തൊഴിൽ ലംഘനത്തിനു പിടിയിലായ 27 പ്രവാസികളുടെ കേസുകൾ പിൻവലിക്കാൻ കോടതി ഉത്തരവ്. പിടിയിലായവർക്ക് സാധുവായ പെർമിറ്റുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കേസുകൾ കോടതി തള്ളിയത്. നിയമലംഘനത്തിന് അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തിയ ലോവർ ക്രിമിനൽ കോടതി എല്ലാ പ്രതികളെയും കുറ്റമുക്തരാക്കി. കേസിനാസ്പദമായ സംഭവം നടന്നത് 2024-ലാണ്. ഒന്നാം പ്രതി ആവശ്യമുള്ള പെർമിറ്റുകളില്ലാതെ 26 തൊഴിലാളികളെ തന്റെ സ്ഥാപനങ്ങളിൽ ജോലിക്ക് വെച്ചു എന്നായിരുന്നു പ്രോസിക്യൂട്ടർമാരുടെ ആരോപണം. 2006-ലെ 19 നമ്പർ തൊഴിൽ നിയമം പ്രകാരവും 2014-ലെ തൊഴിൽ ഭേദഗതി പ്രകാരമുള്ള വ്യവസ്ഥകളും പ്രകാരമാണ് ഇവർക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നത്. ബഹ്റിനിലുള്ള എറണാകുളം നിവാസികളുടെ കൂട്ടായ്മയായ ഫ്രറ്റേണിറ്റി ഓഫ് എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ ജനറൽ മീറ്റിംഗ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് സ്റ്റീവൻസൺ മെൻഡിസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ ബാബു സ്വാഗതം പറഞ്ഞു. ബഹ്റിനിലുള്ള എല്ലാ എറണാകുളം നിവാസികളും ഫെഡിന്റെ അംഗത്വ വിതരണ ക്യാമ്പയിനിന്റെ ഭാഗമാകണമെന്ന് ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് അഭ്യർത്ഥിച്ചു. മെമ്പർഷിപ്പ് സെക്രട്ടറി ജയേഷ് ജയൻ അജ്മൽ കോതമംഗലത്തിന് മെമ്പർഷിപ്പ് നൽകിക്കൊണ്ട് ക്യാമ്പയിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് ഡെന്നി ജെയിംസ്, എന്റർടൈൻമെന്റ് സെക്രട്ടറി ഷാജി ജോസഫ്, ട്രഷറർ ലതീഷ് മോഹൻ, മുൻ സെക്രട്ടറി പത്മകുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സുനിൽ രാജ്, കാർലിൻ, ഐസക്, അഗസ്റ്റിൻ, രഞ്ജിത്ത്, ജിജേഷ്, വനിതാവേദി പ്രസിഡന്റ് നിക്സി ജെഫിൻ, കോർഡിനേറ്റർ ഡോക്ടർ രമ്യ സുജിത് എന്നിവർ ആശംസകൾ നേർന്നു. ജോയിന്റ് സെക്രട്ടറി സുജിത് കുമാർ നന്ദി രേഖപ്പെടുത്തി. മെമ്പർഷിപ്പ് ക്യാമ്പയിനുമായി സഹകരിക്കാൻ താൽപ്പര്യമുള്ളവർ 39181971 അല്ലെങ്കിൽ 39069007 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ഉമ്മുൽ ഹസമിലെ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലുമായി സഹകരിച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. 400-ലധികം പേർ ക്യാമ്പ് പ്രയോജനപ്പെടുത്തിയതായി ഭാരവാഹികൾ അറിയിച്ചു. KPF ജനറൽ സെക്രട്ടറി അരുൺ പ്രകാശ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രസിഡന്റ് സുധീർ തിരുനെല്ലത്ത് അധ്യക്ഷത വഹിച്ചു. ക്യാമ്പിന്റെ ഉദ്ഘാടനം ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ അമർജിത് കൗർ സന്ധു നിർവഹിച്ചു. മാധുരി പ്രകാശ് പുതിയതായി KPF രജിസ്ട്രേഡ് ഗ്രൂപ്പിലേക്ക് അംഗങ്ങളായി എത്തിച്ചേർന്നവർക്കുള്ള മെമ്പർഷിപ്പ് കാർഡിന്റെ വിതരണോദ്ഘാടനം മെമ്പർഷിപ്പ് വിംഗ് കൺവീനർ മിഥുൻ നാദാപുരത്തിന് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ചടങ്ങിൽ ഡോക്ടർ കൃതിക, ഫ്രാൻസിസ് കൈതാരത്ത്, രക്ഷാധികാരികളായ KT സലീം, UK ബാലൻ, ജമാൽ കുറ്റിക്കാട്ടിൽ, KPF ട്രഷറർ സുജിത് സോമൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. ചാരിറ്റി വിംഗ് കൺവീനർ സജിത് വെള്ളിക്കുളങ്ങര നന്ദി അറിയിച്ചു. OICC എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ കളമശ്ശേരി നിയോജക മണ്ഡലം കമ്മിറ്റി രൂപവത്കരിച്ചു. എറണാകുളം ജില്ലയിലെ കളമശ്ശേരി നിവാസികളായ കോൺഗ്രസ് പ്രവർത്തകരെ ഉൾപ്പെടുത്തിയാണ് പുതിയ കമ്മിറ്റി രൂപവത്കരിച്ചത്. പ്രസിഡന്റായി പീറ്റർ തോമസ്, ജനറൽ സെക്രട്ടറിയായി ജോൺസൺ തച്ചിൽ, ട്രഷറർ ആയി പോളി വിധേയത്തിൽ എന്നിവരെ തിരഞ്ഞെടുത്തു. കൂടാതെ വൈസ് പ്രസിഡന്റായി ജീസ് ജോർജ്, സെക്രട്ടറിമാരായി സാംസൺ KA, ഷാൻ സലീം, പ്രിൻസ് KT, എന്റർടൈൻമെന്റ് സെക്രട്ടറിയായി സണ്ണി ഐരൂർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി ഉമർ പാനായിക്കുളം, സുനിൽ ബാബു, ഇക്ബാൽ MM, ജോഷി വർഗീസ്, ബെന്നി KD, ഷൈജോ വർഗീസ്, രഞ്ജിത് രാജൻ എന്നിവരെയും തിരഞ്ഞെടുത്തു. തിരഞ്ഞെടുപ്പിന് ദേശീയ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സിൻസൺ പുലിക്കോട്ടിൽ, കളമശ്ശേരി മണ്ഡലത്തിന്റെ ചുമതലയുള്ള ജില്ലാ സെക്രട്ടറി നിതീഷ് സക്കറിയ, ജില്ലാ പ്രസിഡന്റ് ജലീൽ മുല്ലപ്പള്ളി, ജില്ലാ ജനറൽ സെക്രട്ടറി അൻസൽ കൊച്ചൂടി എന്നിവർ നേതൃത്വം നൽകി. ഈ വാലന്റൈൻസ് ദിനത്തിൽ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ, 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. ബഹ്റിൻ വളാഞ്ചേരി കൂട്ടായ്മ വനിതാവേദിയുടെ ആഭിമുഖ്യത്തിൽ സാക്കീറിൽ ശൈത്യകാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ BVK കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ലൈവ് കുക്കിംഗും നടന്നു. വൈകിട്ട് 6-ന് ആരംഭിച്ച ക്യാമ്പ് പുലർച്ചെ 3 മണി വരെ നീണ്ടു. കലാപരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും നൽകി. ഷിത പ്രവീൺ, ബഷറിയ മുനീർ, മുബഷിറ റിയാസ്, ജംഷി ഫസൽ, സഹല വാഹിദ്, സക്കീന അഹമ്മദ്, ഷാജിദ ബഷീർ എന്നിവർ നേതൃത്വം നൽകി. സിനിമാ സീരിയൽ നടി ശ്രീലയ റോബിൻ മുഖ്യാതിഥിയായിരുന്നു. അൽമന്നായി കമ്മ്യൂണിറ്റീസ് അവയർനെസ് സെന്റർ മലയാള വിഭാഗം അഖിലൻ റമദാൻ പ്രഭാഷണങ്ങളുടെ ഭാഗമായി മനാമ കെ സിറ്റി ഹാളിൽ പ്രഭാഷണം സംഘടിപ്പിച്ചു. അടയാളങ്ങൾ ബാക്കിവെച്ചവർ നമ്മോട് പറയുന്നത് എന്ന വിഷയത്തെ ആസ്പദമാക്കി സയ്യദ് മുഹമ്മദ് ഹംറാസ് അൽ ഹിക്കമി ക്ലാസ് എടുത്തു. സെക്രട്ടറി ഷാഹിദ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഉസ്താദ് സമീർ ഫാറൂഖി ആമുഖ പ്രഭാഷണം നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് സിദ്ദീഖ് മനാമ നന്ദി അറിയിച്ചു. അൽഹിലാൽ മെഡിക്കൽ സെന്റർ ഹിറ്റ് കിഡ്സ് പാലസുമായി സഹകരിച്ച് തായ്മാട്ടിൽ 2 മുതൽ 6 വയസ്സുവരെ പ്രായമുള്ള കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചു. തായ്ലൻഡ് അംബാസഡർ സുമേത് ചുലജാദെ, അൽഹിലാൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ CEO ഡോക്ടർ ശരത് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. 140-ലധികം കുട്ടികൾ പങ്കെടുത്ത മത്സരത്തോടനുബന്ധിച്ച് ആവേശകരമായ ഗെയിം ഷോകൾ ഉൾപ്പെടെയുള്ള പരിപാടികളും അരങ്ങേറി. കൂടാതെ പരിപാടികളിൽ പങ്കെടുത്ത കുട്ടികൾക്ക് കിഡ്സ് പാലസ് നൽകുന്ന സൗജന്യ ടിക്കറ്റുകളും പങ്കാളിത്ത സർട്ടിഫിക്കറ്റുകളും നൽകി. ഇതിനു പുറമെ അൽഹിലാൽ മെഡിക്കൽ സെന്റർ കുട്ടികൾക്കും മാതാപിതാക്കൾക്കുമായി സൗജന്യ മെഡിക്കൽ പരിശോധനയോടൊപ്പം സൗജന്യ മെഡിക്കൽ വൗച്ചറുകളും നൽകി. മത്സരത്തിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും ഏതായ്മാർട്ട് നൽകുന്ന സുവനീർ സമ്മാനങ്ങളും കൈമാറി. പാട്ടും നൃത്തവും ഉൾപ്പെടെയുള്ള വിനോദ വിഭാഗങ്ങളും ഇവിടെ അരങ്ങേറി. കോവിഡ് കാലം മുതൽ റമദാൻ മാസത്തിൽ അർഹതപ്പെട്ടവർക്ക് വിതരണം ചെയ്യാനായി സ്വദേശി വനിത ബഹ്റിൻ കേരള സോഷ്യൽ ഫോറത്തിന്റെ ചാരിറ്റി പ്രവർത്തനത്തിന് നൽകി വരുന്ന റമദാൻ കിറ്റുകളുടെ വിതരണം ആരംഭിച്ചു. ചാരിറ്റി വിങ്ങിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പരിപാടിയുടെ ഉദ്ഘാടനം BKSF രക്ഷാധികാരി സുബൈർ കണ്ണൂർ വിവിധ രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് കൈമാറിക്കൊണ്ട് നിർവഹിച്ചു. ബഷീർ അമ്പലായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ BKSF ചാരിറ്റി വിങ് ഭാരവാഹികളും പങ്കെടുത്തു.